ഇന്ന് പല ദൈവമക്കൾക്കും, അത് ചെറുപ്പക്കാരാന്നേലും പ്രായമുള്ളവരാന്നേലും, അവർക്ക് സ്ട്രെസ്സ്, അതായത് സമ്മർദ്ദത്തിനെ കൈകാര്യം ചെയ്യുവാൻ അറിയില്ല. അവർ ക്രിസ്ത്യൻസ് എന്ന് അവകാശപ്പെടുമെങ്കിലും അവർക്ക് ആ ബൈബിൾ പറയുന്ന സ്ട്രെസ് ഫ്രീ ലൈഫ്, സമ്മർദ്ദമില്ലാത്ത ആനന്ദത്തോടു കൂടിയുള്ള ആ ജീവിതം ആനന്ദിക്കുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്, എങ്ങനെയാണ് സ്ട്രെസ്സിനെ, സമ്മർദ്ദത്തിനെ വിവിധ സാഹചര്യങ്ങളിൽ ബൈബിൾ പ്രകാരം നാം നോക്കിയാൽ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യം ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസം കാണുമെങ്കിലും ഇതിൽ നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഉറപ്പായിട്ടും നിങ്ങളെ സഹായിക്കും. സോ ലെറ്റ്സ് ബിഗിൻ. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്ങിനെ കുറിച്ചുള്ള സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ബൈ ദ വേ, ഈ ചാനലിൽ നമ്മൾ റെഗുലറായിട്ട് അന്ത്യകാല സംഭവങ്ങൾ, ബൈബിൾ പ്രവചനത്തിലുള്ള അപ്ഡേറ്റുകൾ, ബൈബിൾ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, ഇപ്രകാരം പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലിവിങ്ങിൽ നിങ്ങളെ സഹായിക്കുന്ന സന്ദേശങ്ങൾ, ബൈബിൾ സ്റ്റഡികൾ ഒക്കെ തന്നെ പോസ്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോട് നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണുകളിലേക്ക്, വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഈ സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഡെലിവേർഡ് ആകണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. ആ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അടങ്ങിയ ആ സന്ദേശത്തിൻ്റെ ലിങ്കാണ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് പ്രകാരം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ ഫോണുകളിലേക്ക് ഈ സന്ദേശങ്ങളുടെ ലിങ്കുകളും ഡെലിവേർഡ് ആവും. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്നത്, സമ്മർദ്ദമെന്ന് പറയുന്നത് സാധാരണയായിട്ടുള്ള ഒരു മനുഷ്യർക്കുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തിൽ നമ്മുടെ സമയത്തിനും നമ്മുടെ ശ്രദ്ധയ്ക്കും ഉള്ള ഡിമാൻഡ്സ് ഒരിക്കലും തീരില്ല എന്ന വിധത്തിലുള്ള ഒരു ലോകത്തിൽ നാം ജീവിക്കുന്നതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് എല്ലാവർക്കും വരും. നമ്മുടെ ജോലികൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, ഈവൻ നമ്മുടെ ശുശ്രൂഷാപരമായിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇവയെല്ലാം തന്നെ നമ്മെ ചിലപ്പോൾ ഓവർവെൽം ചെയ്യാം. അതായത് നമ്മുടെ സമയവും നമ്മുടെ ശ്രദ്ധയ്ക്കും അപ്പുറത്തായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ വരാം. എല്ലാവരും ഏതെങ്കിലും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർക്ക് സ്ട്രെസ്സ് വരാം. ചിലർക്ക് ഇമോഷണൽ സ്ട്രെസ്സ് നിമിത്തം ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരാം. മറ്റു ചിലർക്ക് ഈ സ്ട്രെസ്സ് നിമിത്തം അവർ മെൻ്റലി ഷട്ട് ഡൗൺ ആവും. മാനസികമായിട്ടൊക്കെയും ഇമോഷണലായിട്ടുള്ള രീതിയിലും സ്വിച്ച് ഓഫ് ആവാം. പരമമായിട്ടുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതങ്ങൾ നാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം നാം ദിനം പ്രതി ചോദിക്കണം. ദൈവം നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ എക്യുപ്പിങ്ങിനായിട്ട് ചോദിക്കണം. ദൈവം നമ്മെ എന്തിനെല്ലാമാണോ വിളിച്ചത് അതിൽ ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ സഹായവും നാം ചോദിക്കുന്നതാണ് പരമമായിട്ടുള്ള സൊല്യൂഷൻ. നമുക്ക് ദൈവം ആവശ്യത്തിന് തന്നെ നൽകും. അതുകൊണ്ട് തന്നെ നാം സ്ട്രെസ്സ് നിമിത്തം, സമ്മർദ്ദം നിമിത്തം നാം പരാജിതരാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ കാര്യങ്ങളാണ് എങ്ങനെയാണ് ബൈബിൾ പ്രകാരം നാം നോക്കിയാൽ നമുക്ക് സ്ട്രെസ്സിനെ, സമ്മർദ്ദത്തിനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. 1. ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തിൽ ആശ്രയിക്കുക. അനിശ്ചിതത്തിൻ്റെ സമയങ്ങളിലെല്ലാം നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള ആശ്രയവും വളരെ ഉറപ്പുള്ളതായിരിക്കണം. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ വരാം, പക്ഷേ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും കുലുങ്ങരുത്. സങ്കീർത്തനക്കാരായ ദാവീദ് വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ശൗൽ രാജാവിൻ്റെ കയ്യിൽ അകപ്പെടാതിരിക്കുവാൻ ഓടി രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയായിരുന്നു. കാരണം ശൗൽ തന്നെ കൊല്ലുവാൻ നോക്കുകയാണ്. ശൗൽ എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ അമ്മായിപ്പൻ. അതുകൊണ്ട് ശൗല് ദാവീദിനെ കൊല്ലുവാൻ നോക്കുന്നതുകൊണ്ട് ദാവീദ് വർഷങ്ങളോളം ശൗലിൻ്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് ദാവീദ് എഴുതിയത്, എപ്പോഴൊക്കെയാണോ ഞാൻ ഭയപ്പെടുന്നത് അപ്പോഴെല്ലാം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും. സങ്കീർത്തനം 56:3. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നാം സമർപ്പിക്കണം. ദൈവത്തിൻ്റെ ഗുഡ്നെസ്സും ദൈവത്തിൻ്റെ വചനവും നാം ധ്യാനിക്കണം. അപ്പോൾ ദൈവം നമ്മെ ആശ്വസിപ്പിക്കും. 1 പത്രോസ് 5:7 പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. 2. ടേക്ക് യുവർ തോട്ട്സ് ക്യാപ്റ്റീവ്. നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ നാം ക്രിസ്തുവിൽ കീഴ്പ്പെടുത്തി തന്നെ നിർത്തണം. ഈ സ്ട്രെസ് ഉണ്ടാവാൻ, സമ്മർദ്ദമുണ്ടാവാൻ മറ്റൊരു കാരണമാണ് നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മുടെ ചിന്താമണ്ഡലം. പിശാച് പല രീതിയിലും സംശയത്തിൻ്റെ വിത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സിൽ, മനസ്സിൽ ഇടുവാൻ ശ്രമിക്കും. ബൈബിൾ പറയുന്നു, ടേക്ക് എവ്രി തോട്ട് ക്യാപ്റ്റീവ് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്.
ക്രിസ്തുവിൽ നിങ്ങളുടെ സകല ചിന്തയും കീഴ്പ്പെടുത്തി തന്നെ നിർത്തണം. 2 കൊരിന്ത്യർ 10:5 പറയുന്നത്. എന്തെല്ലാമാണോ സത്യമായിട്ടുള്ളത്, വിശ്വസിക്കുവാൻ കൊള്ളാവുന്നത്, ധ്യാനിക്കുവാൻ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ മേൽ ചിന്തിക്കണമെന്നാണ് വചനം പറയുന്നത്. ഫിലിപ്പിയർ 4:8 പറയുന്നത്, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ചിലപ്പോൾ നമ്മുടെ ജോലികളൊക്കെ സ്ട്രെസ്ഫുൾ ആയേക്കാം, സമ്മർദ്ദമുണ്ടാക്കുന്നതായേക്കാം. പക്ഷേ നാം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ നമുക്ക് ഉറപ്പ് നൽകുന്ന ബൈബിൾ വാക്യങ്ങൾ, ഉദാഹരണത്തിന് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ് എന്ന വചനങ്ങൾ കൊണ്ട് നാം നിറയണം. തിരുവഴുത്തിലെ സത്യമന്വേഷിക്കണം. ദൈവത്തോടുള്ള നന്ദി എപ്പോഴും ഉണ്ടായിരിക്കണം. മത്തായി 6:34 തന്നെ യേശു തന്നെ ഓർപ്പിച്ചതല്ലേ, നിങ്ങൾ നാളെക്കുറിച്ച് വിചാരപ്പെടുകയും വിഷമിച്ചുകൊണ്ടിരിക്കരുത്. നാളേക്ക് നാളത്തേതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ ദിവസത്തിനും അതിൻ്റേതായിട്ടുള്ള വിഷമവും പ്രയാസങ്ങളുമുണ്ട്. അതുകൊണ്ട് നാളെ ഓർത്ത് വിചാരപ്പെടരുത് എന്ന് യേശു തന്നെ ഓർപ്പിച്ചില്ലേ. 3. ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെ കാത്തു സൂക്ഷിക്കുക. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യവും വളരെ ക്ലോസ്ലി കണക്റ്റഡാണ്. നമ്മുടെ മേൽ സമ്മർദ്ദമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ചിലർ കൂടുതൽ കഴിക്കും, ചിലർ ഭക്ഷണം കുറച്ച് കഴിക്കും, ചിലർക്ക് ഉറക്കം കിട്ടുകയില്ല, ചിലർ എക്സസൈസ് ചെയ്യില്ല. ഓർക്കേണ്ട കാര്യം, നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. 1 കൊരിന്ത്യർ 6:19-20 തന്നെ പറയുന്നില്ലേ, നിങ്ങൾക്കറിയില്ലയോ നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമല്ലയോ എന്ന്. നിങ്ങളെ ഒരു വിലയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. നമ്മുടെ ശരീരങ്ങൾ നാം എക്സസൈസ് ചെയ്യണം. നാം എന്ത് കഴിക്കുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. നമുക്ക് ദൈവത്തെ സേവിക്കണമെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം. ആവശ്യത്തിനുള്ള ഉറക്കം വളരെ അത്യാവശ്യമാണ്. അഡിക്റ്റീവായിട്ടുള്ള ഹാബിറ്റുകൾ ഒഴിവാക്കണം. ഉദാഹരണത്തിന് ഡ്രിങ്കിങ് ആൽക്കഹോൾ നമ്മൾ കഴിക്കുന്നത്, പിന്നെ അതുപോലെ ഗ്ലട്ടണി, മതിമറന്ന് കഴിക്കുന്നത്, ഡ്രഗ്സ് കഴിക്കുന്നത് അല്ലെ ഡ്രഗ്സ് എടുക്കുന്നത്, പിന്നെ ബിഞ്ച് വാച്ചിങ്. നമുക്ക് ഒരു പ്രയോജനമില്ലാതെ സോഷ്യൽ മീഡിയയിലെ പല കാര്യങ്ങൾ കണ്ട് വെറുതെ സമയം കളയുന്നത്. ഇപ്രകാരമുള്ള അഡിക്റ്റീവായിട്ടുള്ള ഹാബിറ്റുകളെല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വകയാണ്. നാം ദൈവത്തിൻ്റെ സ്റ്റ്യൂവേർഡ്സാണ്, ഗൃഹവിചാരകന്മാരാണെന്ന് നാം മറക്കരുത്. 4. വാല്യൂ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ്. അർത്ഥവത്തായിട്ടുള്ള നല്ല ബന്ധങ്ങൾ വിലമതിക്കുക. ബ്രോക്കണായിട്ടുള്ള ഫാമിലി ബന്ധങ്ങൾ വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. കയ്പും ക്ഷമിക്കുവാൻ പറ്റാത്ത വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പല രീതിയിലുള്ള ശാരീരിക മാനസിക പ്രശ്നങ്ങളിലേക്ക് ചെന്ന് എത്തിക്കും. നമ്മളെ ഉപദ്രവിച്ചവരെ നമ്മൾ ക്ഷമിക്കുക. അപ്പോൾ തന്നെ സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ആരോഗ്യപരമായിട്ടുള്ള നല്ല ബൗണ്ടറീസും നാം സെറ്റ് ചെയ്യണം. എഫേസ്യർ 4:32 പറയുന്നത്, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നമ്മളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്നത്, ആത്മീകമായിട്ടും എല്ലാം നമ്മളെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്ന ബന്ധങ്ങളെ നാം വിലമതിക്കണം. സദൃശവാക്യം 13:20 തന്നെ പറയുന്നത്, ജ്ഞാനികളോടുകൂടി നടക്കുന്നവൻ ജ്ഞാനിയായിത്തീരും, ഭോഷന്മാരോട് നടക്കുന്നവനോ നശിപ്പിക്കപ്പെടും. നല്ലതായിട്ടുള്ളൊരു കാര്യമാണ് നല്ല ആത്മീക പക്വതയുള്ള, തിരുവെഴുത്ത് പ്രകാരം നല്ല ജ്ഞാനവും പക്വതയുമുള്ള ഗോഡ്ലി മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നമുക്ക് ക്രിസ്തുവിലുള്ള ആ ഒരു ഓട്ടത്തിൽ നമ്മളെ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മളെ നമുക്കെന്നുള്ള ഗൈഡൻസ് ഒക്കെയും തരുവാൻ അവരെ കൊണ്ട് സാധിക്കും. ബി കണക്റ്റഡ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫാമിലിയും ഫ്രണ്ട്സായിട്ടുള്ളവരുമായിട്ട് ബി കണക്റ്റഡ്. അവരെ ഒന്നുകിൽ വിളിക്കാം, അല്ലെ അവരെ സന്ദർശിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സ്ട്രെസ്, സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങളെ ഡൈവേർട്ട് ചെയ്യും. 5. മാനേജ് ടൈം വൈസ്ലി. നിങ്ങളുടെ സമയം ജ്ഞാനത്തോടുകൂടി മാനേജ് ചെയ്യുക. ഈ സ്ട്രെസ് ഉണ്ടാവാൻ, സമ്മർദ്ദമുണ്ടാകുവാൻ മറ്റൊരു കാരണമാണ് പുവർ ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് മോശമായി തന്നെ കൈകാര്യം ചെയ്യുന്നത്. ശലോമോൻ രാജാവ് പറഞ്ഞത്, സഭാപ്രസംഗി 3:1 പറഞ്ഞത്, സകലത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ്റെ കീഴിൽ സകലത്തിനും ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് ഡെയിലി ആയിട്ടുള്ള ടാസ്കുകൾ, ചെയ്യേണ്ട കാര്യങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. ഡു, ഡെലിഗേറ്റ്, ഡിലേ അല്ലെങ്കിൽ ഡിലീറ്റ്.
അതായത് ഒന്നുകിൽ അപ്പോൾ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യുവാനായിട്ടുള്ള രീതിയിൽ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കുള്ള രീതിയിൽ കഴിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ചെയ്യുക, അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് നിങ്ങളുടെ ടാസ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ എടുത്തു കളയുക. ഓവർ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെ സ്ട്രെസ് ഉണ്ടാവാൻ, സമ്മർദ്ദമുണ്ടാകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നിങ്ങളുടെ പ്രയോറിറ്റീസ്, അതായത് എന്തെല്ലാമാണോ മുൻതൂക്കങ്ങൾ കൊടുക്കേണ്ടത്, അത് നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. ചിലതിനോടൊക്കെ നോ പറയുവാൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങളുടെ കലണ്ടർ ഓവർ ബുക്ക്ഡ് ആവാൻ പാടില്ല. കാരണം നമ്മൾക്ക് റെസ്റ്റ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, നമുക്ക് ദൈനംദിന ജീവിതത്തിലുള്ള നമ്മുടെ ടാസ്കുകൾ, നമ്മുടെ ജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ദൈവിക ജ്ഞാനത്തോടു കൂടി ചെയ്യുവാനും കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുവാനും പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. 6. ഹാൻഡിൽ ട്രോമ. വലിയ വേദന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സന്ദർഭത്തെ ഹാൻഡിൽ ചെയ്യണം. ട്രോമ അത് വലിയ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് സമ്മർദ്ദമുണ്ടാവാൻ. ഉദാഹരണത്തിന് വളരെ നിയർ ആൻഡ് ഡിയർ വണ്ണായിട്ടുള്ള, വളരെ അടുത്ത ബന്ധമുള്ള ഒരാളുടെ വേർപാട്, ജോലി നഷ്ടപ്പെടുക, സാമ്പത്തികമായിട്ടുള്ള വലിയ കടഭാരം, പിന്നെ ഉപദ്രവം, വിവാഹബന്ധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം തന്നെ സമ്മർദ്ദത്തിലേക്ക് നീക്കാം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം, വചനം പരമായി നമ്മളെ ഇപ്രകാരമുള്ള ടഫായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മളെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. യാക്കോബ് 1:2-4 വരെ പറയുന്നത്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. കൗൺസിലിങ്ങിനുള്ള അഡ്വൈസിന് വേണ്ടി നിങ്ങൾക്ക് ബിബ്ലിക്കലി ട്രെയിൻഡ്, അതായത് ബൈബിൾ പ്രകാരം ട്രെയിൻഡ് ആയിട്ടുള്ള രീതിയിൽ, വേദശാസ്ത്രപരമായിട്ട് ട്രെയിൻഡ് ആൻഡ് എക്യുപ്ഡ് ആയിട്ടുള്ളവർ, അതുപോലെ അങ്ങനെയുള്ള ക്രിസ്ത്യൻ കൗൺസിലേഴ്സിനെ നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങൾക്ക് തെറാപ്പി മാത്രമല്ല, ബിബ്ലിക്കൽ ഗൈഡൻസ്, വചനം പ്രകാരമുള്ള ഗൈഡൻസ് കൂടെ അവർ നിങ്ങൾക്ക് നൽകും. 7. ഹാവ് എ പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ്. നേരെ ചൊവ്വയുള്ള ജോലിയും ജീവിതവും തമ്മിലുള്ളൊരു ബാലൻസ് നിങ്ങൾക്കുണ്ടാവണം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്കൊരു റെസ്റ്റ് ഉറപ്പായിട്ടും വേണം. നിങ്ങളുടെ ശബത്ത് നിങ്ങൾ എൻജോയ് ചെയ്യണം. ആ ദിവസം പ്രത്യേകാൽ വേർതിരിച്ച് ദൈവത്തിൻ്റെ ഗുഡ്നെസ്സൊക്കെ നിങ്ങൾ ഓർത്ത് ദൈവവുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. ഉദാഹരണത്തിന് ചർച്ചിൽ, അതായത് പള്ളിയിൽ പോവുക, വചനം ധ്യാനിക്കുക, ആത്മീകമായിട്ടുള്ള ആക്ടിവിറ്റീസിൽ നിങ്ങൾ കൂടുതൽ പങ്കുചേരുക, സുവിശേഷീകരണത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ശബത്ത് എങ്ങനെയാണ് ക്രിസ്തീയ, അതായത് ദൈവമക്കൾ ആഘോഷിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ ആചരിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു സന്ദേശത്തിൽ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ജോലി അല്ലാതെ ബാക്കി കുറച്ച് സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹോബികൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സിനോടൊപ്പം ചെലവഴിക്കുവാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് നടത്താം. അതായത് ഈ സ്മാർട്ട് ഫോൺസും ടാബ്ലറ്റ്സും കമ്പ്യൂട്ടേഴ്സും ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന കുറച്ച് സമയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് നടക്കാൻ പോകാം, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾക്ക് പാചകം ചെയ്യാം, നിങ്ങൾക്ക് ഇൻഡോറും ഔട്ട്ഡോറുമായിട്ടുള്ള കളികളിലൊക്കെ ഏർപ്പെടാം, അല്ലെങ്കിൽ കുറച്ച് നേരം സ്വസ്ഥമായിട്ട് ഉറങ്ങാം. ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് ഗോഡ് ആൻഡ് യുവർ ഫാമിലി കൺസിസ്റ്റൻ്റ്ലി. നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള സമയവും കുടുംബവുമായിട്ടുള്ള സമയവും ഒക്കെയും ബാലൻസ് ചെയ്ത് ത്രൂ ഔട്ട് ദ വീക്ക് നിങ്ങൾ കൊണ്ടുപോകണം. 6 ദിവസവും കുടുംബത്തിന് സമയം കൊടുക്കാതെ 7ാമത്തെ ദിവസം സമയം കൊണ്ട് കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഓരോ ദിവസവും ദൈവവുമായിട്ടുള്ള സമയം, കുടുംബത്തിനുള്ള സമയം, ജോലിക്കുള്ള സമയം എല്ലാം പ്രോപ്പറായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഞാൻ സാധാരണയായി ഓർപ്പിക്കുന്നതാണ്, നമ്മുടെ ആ ബാലൻസ് ഓഫ് പ്രയോറിറ്റീസിൽ ഗോഡ്, ഫാമിലി, ദെൻ വർക്ക് ഓർ മിനിസ്ട്രി. ആദ്യം ദൈവം, അതിനുശേഷം കുടുംബം, എന്നിട്ടാണ് ജോലിയോ ശുശ്രൂഷയോ ഒക്കെ വരുന്നത്. 8. ബി കണ്ടൻറ്റ് ഇൻ എവ്രിതിങ്. സകലത്തിലും സംതൃപ്തിയുള്ളവരായിരിക്കുക. നമുക്ക് കൂടുതൽ വേണം, വെട്ടിപ്പിടിക്കണം എന്നുള്ളൊരു കാര്യം തന്നെ സമ്മർദ്ദത്തിലേക്ക് നയിക്കും. മെറ്റീരിയലിസം, അതായത് ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ വെട്ടിപ്പിടിക്കണം എന്നുള്ള അത് തന്നെ നമുക്ക് സമ്മർദ്ദത്തിലേക്ക് ചെന്നെത്തിക്കും. കാരണം ഈ ലോകത്തിലെ കാര്യങ്ങളുടെ പുറകിൽ നാം പോയാൽ, യേശു പറഞ്ഞതുപോലെ ധനത്തിൻ്റെ വഞ്ചനയിൽ നാം വീണു പോവും. മർക്കോസ് 4:19 യേശു ഓർപ്പിച്ചത്.
അതായത് ഈ ലോകത്തിലെ കാര്യങ്ങൾ നമുക്ക് സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ തരുമെന്ന് പറയുന്നത് വലിയ കള്ളത്തരമാണ്. യഥാർത്ഥത്തിൽ അവ നിമിത്തം അല്ലെങ്കിൽ അപ്രകാരമുള്ള കാര്യങ്ങളുമെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് കൂടുതൽ സ്ട്രെസ്സിലേക്ക് വഴി നടത്തും. ബൈബിൾ വ്യക്തമായി പറയുന്നു, അലംഭാവത്തോടു കൂടിയുള്ള ദൈവഭക്തി വലുതായ ആദായമാകുന്നതാനും. 1 തിമോത്തിയോസ് 6:6. അവിടെ അലംഭാവം എന്ന് പറയുന്നത് കണ്ടൻമെൻറ്റ്, സംതൃപ്തി. സംതൃപ്തിയോടുകൂടിയുള്ള ദൈവഭക്തിയാണ് വലുതായ ആദായം. മറ്റുള്ളവർക്ക് എന്താണോ ഉള്ളത് എനിക്കില്ലാത്തത് എന്താണെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്കുള്ളത് എനിക്ക് വേണം എന്നുള്ള ആ ഒരു ആവേശം, ആഗ്രഹം, ഇതെല്ലാം നിമിത്തം അസൂയയും അനാവശ്യമായിട്ടുള്ള സമ്മർദ്ദവും എല്ലാം നിമിത്തം നമ്മുടെ കുടുംബത്തിൻ്റെ തന്നെ അന്തരീക്ഷവും സമാധാനവും എല്ലാം ഇല്ലാതായിത്തീരും. ബൈബിൾ ഉറപ്പ് നൽകുന്നുണ്ട്, ഗോഡ് വിൽ മീറ്റ് ഓൾ അവർ നീഡ്സ് ആൻഡ് നോട്ട് അവർ വാണ്ട്സ്. നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം ദൈവം നടത്തിത്തരും എന്ന് ദൈവം ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മുടെ അത്യാഗ്രഹങ്ങളെ നടത്തിത്തരുമെന്നല്ല ദൈവം പറയുന്നത്. മത്തായി 6:33, ഫിലിപ്പിയർ 4:19 ദൈവം നമുക്ക് ആ ഉറപ്പ് തരുന്നത്. ബൈബിൾ അതുപോലെ തന്നെ ഓർപ്പിക്കുന്നത്, സകലവിധ സാഹചര്യത്തിലും നാം നന്ദിയുള്ളവരായിരിക്കണം, സ്തോത്രം ചെയ്യണം. 1 തെസ്സലോനിക്കർ 5:18. നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് വേണം, നന്ദിയുടെ മനോഭാവം വേണം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഇനി 9, ഹാൻഡിൽ മണി വൈസ്ലി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെ ജ്ഞാനത്തോടുകൂടി കൈകാര്യം ചെയ്യുക. സമ്മർദ്ദം ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണം സാമ്പത്തികമാണ്. സാമ്പത്തികത്തെ ഓർത്ത് നമുക്ക് സമ്മർദ്ദം ഉണ്ടാവാനായിട്ടുള്ള കാരണം, നമുക്ക് അങ്ങ് ചിന്തിക്കുക, നമുക്കുള്ളതൊന്നും നമുക്ക് തികയുന്നില്ല. നമുക്കുള്ള വരുമാനത്തെക്കാട്ടിലും കൂടുതൽ നാം ചെലവഴിക്കുമ്പോൾ, അതിപ്പോൾ കാറാണേലും വീടാണേലും വലിയ വിലപിടിപ്പുള്ള ഡ്രസ്സുകളാണെങ്കിലും പിന്നെ ഗാഡ്ജറ്റുകൾ, സ്മാർട്ട് ഫോണും അപ്രകാരമുള്ള ഗാഡ്ജറ്റുകളും വീട്ടിലെ ഉപകരണങ്ങളും ഒക്കെയും, അതുപോലെ മെറ്റീരിയലിസം, അതായത് ഞാൻ മുമ്പേ ഓർപ്പിച്ചില്ല, മെറ്റീരിയലിസം, ഇതെല്ലാം നിമിത്തം തന്നെ ആ ലൈഫ് സ്റ്റൈലിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് വീണ്ടും വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിലേക്ക് നയിക്കും. ചിലർക്ക് സാമ്പത്തികത്തെ ഓർത്തുള്ള സമ്മർദ്ദം ഉണ്ടാവാനുള്ള കാര്യം അവർക്കുറപ്പില്ല ദൈവം അവരുടെ ആവശ്യങ്ങളെ നൽകിത്തരുമെന്നുള്ളത്. പക്ഷേ യേശു പറഞ്ഞത്, നിങ്ങളുടെ ഈ ജീവിതത്തെ ഓർത്ത് നിങ്ങൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? നിങ്ങൾ എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, എന്ത് ധരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് വിചാരപ്പെടുന്നത്? ഭക്ഷണത്തെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻ്റ് അല്ലയോ ജീവിതം? ശരീരമല്ലയോ ഡ്രസ്സിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻ്റ്? നിങ്ങൾ ആരെങ്കിലും വിചാരപ്പെട്ടതുകൊണ്ട് നിങ്ങളുടെ ഉയരത്തോട് 1 ക്യൂബിറ്റെങ്കിലും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കുവാൻ പറ്റുമോ എന്ന് യേശു ഓർപ്പിച്ചില്ലേ? ശരിയാണ്, നാം നല്ല സ്റ്റുവേർഡ്സ് ആയിരിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന സാമ്പത്തികത്തിൻ്റെ മേൽ നാം നല്ല ഗൃഹവിചാരകന്മാരായിരിക്കണം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം കരുതണം. അതാണ് 1 തിമോത്തിയോസ് 5:8 പറയുന്നത്. പക്ഷെ അപ്പോൾ തന്നെ നാം മറക്കരുത്, ദൈവമാണ് നമ്മളുടെ പ്രൊവൈഡർ. നമുക്ക് വേണ്ടി കരുതുന്നവൻ നമ്മുടെ ദൈവമാണെന്ന് നാം മറക്കരുത്. നാം ഗൃഹവിചാരകന്മാരായതുകൊണ്ട് തന്നെ നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്? 8 രീതികൾ അടങ്ങിയ ആ സന്ദേശം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ ജീവിതത്തിൽ സ്ട്രെസ്, അതായത് സമ്മർദ്ദം ഉണ്ടായേക്കാം. പക്ഷേ എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. നാം നമ്മുടെ കഴിവിലും ബലത്തിലുമൊക്കെ ചെയ്യുവാൻ നോക്കിയാൽ അത് അധികം നാളുകൾ ലാസ്റ്റ് ചെയ്യില്ല. അത് തരുന്ന ആശ്വാസം അധികം നാൾ ലാസ്റ്റ് ചെയ്യില്ല. ഒരൊറ്റ വഴിയേ ഉള്ളൂ. യഥാർത്ഥ രീതിയിൽ ഈ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തെ റൺ ചെയ്യുവാൻ അനുവദിക്കണം. യേശുക്രിസ്തു നമ്മുടെ ജീവിതം നടത്തുവാൻ അനുവദിക്കണം. അതിലൊന്നാമത് ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം യേശുവിന് വിട്ടുകൊടുക്കണം. നാം രക്ഷിക്കപ്പെടണം. യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ജീവിതത്തിൽ അംഗീകരിക്കണം. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ കൂടി നിങ്ങൾ ഓർക്കണം, യേശുവിനെ ജീവിതത്തിൻ്റെ കർത്തൃത്വത്തിൻ്റെ മേൽ ആ കർത്തൃത്വം നടത്തുവാൻ നാം അനുവദിക്കണം. രണ്ടാമത്, നാം ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തെ അനുസരിക്കണം. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ദൈവത്തിന് അറിയാം നമുക്ക് എന്താണ് നല്ലതെന്നുള്ളത്. അനുസരണക്കേടും പാവവും നിമിത്തവും ഒക്കെ തന്നെ സമ്മർദ്ദമുണ്ടാവാം. ദൈവം തരുന്ന സന്തോഷവും സമാധാനവും എല്ലാം നമുക്ക് നഷ്ടപ്പെടാം. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ ദൈവത്തിന് മാത്രം തരുവാൻ പറ്റുന്ന പൂർണ്ണ സംതൃപ്തി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ആൻഡ് ഫൈനലി,
നമുക്ക് ദൈവം മാത്രം തരുവാൻ പറ്റുന്ന സമാധാനവും ദിനം പ്രതി അന്വേഷിക്കണം. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ജീവിതം നിറയ്ക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നാം നടക്കണം. എന്നിട്ട് സകല കാര്യങ്ങളും പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പം നാം നടക്കണം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കും കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.